എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു പ്രോഡക്റ്റ്. ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ 100 ഡേയ്സ് ആഫ്രിക്കയിൽ സർവൈവ് ചെയ്യാൻ പോവാണ്. ഇവിടെ നമുക്ക് സർവൈവ് ചെയ്യുമ്പോൾ ടൈഗർ കാണും, കങ്കാരു കാണും, അതുപോലെ തന്നെ നമ്മുടെ ഈഗിളുണ്ട്, അങ്ങനെ കുറേ ആനിമൽസും കാര്യങ്ങളും ഉണ്ട്. ഇന്നത്തെ ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വേൾഡിനകത്ത് നമ്മുടെ ഒരു മോട്ടാബോയ് ഉണ്ട്. അതായത് ഇതാണ് നമ്മുടെ മോട്ടാബോയ്. ഈ ഒരു മോട്ടാബോയിനെ തോൽപ്പിച്ചാലാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചാലഞ്ച് കഴിയുന്നത്. 100 ഡേയ്സ് ആഫ്രിക്കൻ സഫാരി. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ഞാൻ എൻ്റെ ആ ബുക്ക് നോക്കി, അതിനകത്ത് എന്തൊക്കെ ആനിമൽസിനെ പറ്റിയാണ് പറയുന്നതെന്ന് നോക്കി. ഞാൻ എലിഫന്റിന് എന്താ ഫുഡ് കൊടുക്കുന്നതെന്ന് നോക്കി. അപ്പോഴാണ് മനസ്സിലായത് എൻ്റെ എലിഫന്റിന് ഈ ഒരു അക്കേഷ്യ ഫ്ലവർ എന്ന് പറയുന്നത് നമ്മുടെ എലിഫന്റിന്റെ ഫേവറേറ്റ് ഫുഡാണെന്ന്. പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാൻ ഒരു ആനേനെ കണ്ടു. അപ്പോൾ ആ ഒരു ആനേനെ ഞാൻ ഈ ഒരു അക്കേഷ്യ ബ്ലോസം വെച്ച് കൊടുത്തപ്പോൾ അത് പുറകെ വരുന്നുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഞാൻ ഒരു ക്യാമ്പ് കണ്ടു. അതിനകത്ത് സിൽക്ക് ഡച്ചിന്റെ ഒരു ബുക്കും അതുപോലെ തന്നെ ഡയമണ്ട് ഹോൾസ് ആർമറും പിന്നെ കുറെ ബോൺസും കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് വുഡ് കളക്ട് ചെയ്തു. എൻ്റെ വുഡും കാര്യങ്ങളൊക്കെ ഞാൻ കളക്ട് ചെയ്തില്ലായിരുന്നു. പിന്നെ കുറച്ച് വുഡ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പ്ലാന്റ്സ് എല്ലാം കൂടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ആക്കി. അതിനുശേഷം ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് ഞാൻ കുറച്ച് വുഡൻ ഡോൾസ് ഉണ്ടാക്കി. പിന്നെ ഞാൻ പോകുന്ന വഴിക്ക് എനിക്കൊരു എമുഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഒരു എമുഗ് ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി ഞാൻ ഒരു ക്യാമ്പ് ഫയറിൽ വെച്ച് നോക്കിയാണ്. അപ്പം അത് കുക്ക് ആവുന്നുണ്ട്. അവസാനം അത് കുക്ക് ആയി വന്നപ്പം എന്തോ ഒരു എമു സ്റ്റൂ ആണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഞാൻ മൈനിങ്ങിന് പോകുന്ന വിചാരിച്ചിരുന്നു. അപ്പോൾ വേണ്ട എൻ്റെ മുമ്പിൽ ഒരു പാമ്പ് വന്ന് നിന്നു. ഞാൻ അതിനെ മൈൻഡാക്കിയില്ല, ജസ്റ്റ് ഞാൻ അതിനെ കൊല്ലാൻ നോക്കി. പക്ഷെ അതിൻ്റെ പുറകെ ഫോളോ ചെയ്ത് നല്ല ഹെൽത്ത് കളഞ്ഞു. ഞാൻ പറ്റുന്ന പോലെ നോക്കി, അവസാനം അതിനെ കൊന്നു. ഞാൻ കൂടെ കളക്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ച് ബേസിലോട്ട് പോയി. നമുക്ക് 11 കോൾ സ്റ്റോൺ ഞാനിപ്പോൾ കളക്ട് ചെയ്തു. അപ്പം എനിക്കിനി ബേസിലോട്ട് പോയിട്ട് എനിക്ക് ബേസിലോട്ട് പോയിട്ട് എനിക്കിനിയും സ്റ്റോണും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം. ഞാൻ അറിയാതെ നേരത്തെ കുറച്ച് നമ്മുടെ വുഡൻ ഷോഡ് കുറച്ച് ഉണ്ടാക്കിയായിരുന്നു. ഇനി കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഞാൻ സ്റ്റോൺ പിക്കാസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ വിചാരിച്ചു കുറച്ച് മൈനിങ്ങിന് വന്ന്. അപ്പം പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. ഞാനപ്പോൾ ഈ ഒരു ടൈമിൽ പറയാമെന്ന് വിചാരിച്ചു. അപ്പം ഈ ഒരു ഗെയിമിൽ ഞാൻ ആഡ് ചെയ്തേക്കുന്നത് ഹാർഡ് കോർ പ്ലസ്. നിങ്ങൾക്ക് എൻ്റെ ഒരു ഹംഗ്രി ബാറിൻ്റെ മണ്ടയിൽ ഒരു വാട്ടറിൻ്റെയും അതുപോലെ തന്നെ ഒരു എനർജി ബാറും കാണാൻ സാധിക്കും. അത് നമ്മുടെ വാട്ടർ ലെവൽ കുറഞ്ഞു പോകുമ്പോഴാണ് ആ എനർജി ലെവലും കുറയുന്നത്. അപ്പം ഈ ഒരു മോഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഹംഗ്രി ബാർ തീർന്നാലും നമുക്ക് വാട്ടർ കൊണ്ട് പിടിച്ചു നിർക്കാം. റിയൽ ലൈഫ് പോലെ തന്നെ അതൊരു റിയൽ ലൈഫ് സിമുലേഷൻ പോലെയാണ് നടക്കുന്നത്. അപ്പൊ ഈ ഒരു സംഭവം കൊണ്ടാണ് അവിടെ ഒരു വാട്ടറിന്റെ ആ ഒരു എനർജിയുടെ, അതായത് നമ്മൾ കുറെ ഓടിക്കഴിയുമ്പോൾ നമ്മൾ എനർജി താഴും. അതുപോലെ തന്നെ ഒരു റിയൽ ലൈഫ് സിമുലേഷൻ പോലെയാണ് ഈ ഒരു മോഡ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ മോഡും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ക്രെഡിറ്റും കാര്യങ്ങളും തന്നേക്ക് ഞാൻ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് ആ ഒരു പുള്ളിക്കാരൻ്റെ വീഡിയോസിൽ അത്യാവശ്യം യൂസ് ചെയ്യുന്ന മോഡൊക്കെ കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ അത്യാവശ്യം കോബിൾസ്റ്റോണും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തു. ഞാനിവിടെ കുറച്ച് അയൺ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിവിടെ കിടന്ന് മൈൻ ചെയ്യുന്നത്. എനിക്കിതുവരെ ഒരു പീസ് അയൺ പോലും കിട്ടിയില്ല. കുറേ നേരമായിട്ട് ഞാൻ ഇവിടെ കിടന്ന് മൈൻ ചെയ്യുവാണ്. എനിക്കിതുവരെ കിട്ടില്ല. എൻ്റെ ഇവിടെ ഇൻവെൻറ്ററിൽ നിറച്ച് കോബിൾസ്റ്റോൺ ആയി, പക്ഷെ ഇതുവരെ എനിക്ക് ഒരു അയൺ പോലും കിട്ടിയില്ല. കുറേ കോള് കിട്ടുന്നുണ്ട്, അത്യാവശ്യം ഇതും കിട്ടുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്ന ഒപ്റ്റിഫൈൻ മോഡാണ്. പക്ഷെ എനിക്ക് ടോർച്ച് പ്ലേസ് ചെയ്യാതെ വെട്ടം കാണാൻ പറ്റുന്നില്ല. എന്തായാലും ഓപ്ഷനോ കാര്യങ്ങളൊക്കെ ഓൺ ആക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഇനി അടുത്ത പാർട്ട് 2 നമുക്ക് ബാക്കി അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, എന്തോ പ്രശ്നമാണ്. അതുപോലെ തന്നെ എനിക്ക് ഇപ്പുറത്തായിട്ട് ഒരു ക്യാമ്പ് ഫയറും കൂടെ കാണാൻ സാധിച്ചു. ഞാൻ ജസ്റ്റ് തുറന്ന് നോക്കിയപ്പോൾ എനിക്കൊരു ഗോൾഡൻ ആപ്പിളും കുറച്ച് നെയിം ടാഗും പിന്നെ കോളും അങ്ങനെ റെഡ് സ്റ്റോൺ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കിട്ടിയത്. പിന്നെ തൊട്ടിപ്പുറത്ത് തന്നെ ഇവിടെ ഒരു കുതിരയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഹേബിൽ ഉണ്ടല്ലോ, അത് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ആ ഹേബലി ഉണ്ടെങ്കിൽ നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതും കളക്ട് ചെയ്തു. പിന്നെ കുതിരേനെ ചേഞ്ച് ചെയ്യാൻ എനിക്ക് ഷാഡില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ചേഞ്ച് ചെയ്തില്ല.
അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് എനിക്ക് ക്യാമ്പ് ഫയറിൽ നിന്ന് പൊള്ളൽ കിട്ടി. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എനിക്ക് ഒരു സൺ ഗോഡ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ ഫസ്റ്റ് തുടക്കത്തിൽ തോൽപ്പിക്കാൻ പോകുന്ന ഒരു സൺ ഗോഡിൻ്റെ ഒരു ബോസ് ബാർ എനിക്ക് വന്നു. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഇവിടെ അടുത്ത് എവിടെയോ ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ക്രാഫ്റ്റിങ്ങിൻ്റെ ഒരു സംഭവത്തിൽ വന്നു. അപ്പോൾ എനിക്ക് ബൂമറാങ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് വുഡും കളക്ട് ചെയ്തിട്ട് ഒരു കോബിൾ സ്റ്റോണും വെച്ച് നമ്മുടെ ഒരു സ്റ്റോൺ ബൂമറാങ് ഞാൻ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ സൺഗോഡിനെ കണ്ടെന്ന് പറഞ്ഞില്ല, അപ്പോൾ അതിനെ കാണാൻ പോയ വഴിക്ക് എനിക്കൊരു കങ്കാരുവിനെ കണ്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മോഡ് ഇട്ടിട്ട് കങ്കാരുവിനെ കാണുന്നത്. പിന്നെ ഇവിടെ കുറേ ആനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവസാനം ഞാൻ ഒരു സൺഗോഡിനെ കണ്ടുപിടിച്ചു. ആ ഒരു പൊട്ടനാണ് ആ സൺഗോഡ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവനെ അതിൻ്റെ ഒരു ബൂമറാങ് വെച്ച് അറ്റാക്ക് ചെയ്യാൻ നോക്കി, പക്ഷെ നടന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ചോടി. അപ്പോൾ അവിടെ ഒരു ചെസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് എന്തായാലും ആവശ്യമുള്ള കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് 2 ഗോൾഡും കട്ടും പിന്നെ കുറച്ച് ഗൺ ബോർഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. പിന്നെ എനിക്കിത് ഇപ്പം പറഞ്ഞിട്ടുള്ള കാര്യമല്ലെന്ന് പറഞ്ഞ് ഞാൻ പേടിച്ചെൻ്റെ നേരെ എൻ്റെ പഴയ ബേസിലോട്ട് ഞാൻ ഓടി. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ അവിടെ ഞാൻ കുറച്ച് അയൺ കണ്ടു അവിടെയായിട്ട്. അപ്പം ഞാൻ ആ ഒരു അയൺ എടുക്കാൻ വേണ്ടിയിലാണ് ഞാൻ ഈ പോകുന്നത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ക്രീപ്പറിൻ്റെയും കാര്യങ്ങളൊക്കെ പൊട്ടിത്തെറിപ്പിച്ച് ഞാൻ നോക്കിയപ്പം അവിടെ എനിക്ക് എൻ്റെ അയൺ കാണാൻ സാധിച്ചു. ഞാൻ വിചാരിച്ച ക്രീപ്പർ കാരണം പോയെന്ന്. പിന്നെ എൻ്റെ പിക്കാക്സ് പൊട്ടാറായി. പിന്നെ ഞാൻ പെട്ടെന്ന് ആ ഒരു അയണും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ ഒരു പാർട്ട് 1 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു 100 ലൈക്ക് തരുവാണെങ്കിൽ നമുക്കിതിൻ്റെ ഒരു പാർട്ട് 2 ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് 100 ലൈക്ക്.